Good afternoon. Good afternoon, ma'am. 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 Okay. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് ഇപ്പൊ ഒരുവിധം പോർഷൻസ് കംപ്ലീറ്റ് ആയി. ആണെങ്കിലും adverb, അല്ലെ adjective, preposition, ഇത്രയും പോർഷൻസ് കവർ ചെയ്തു. ഓക്കെ, ഇത്രയും എടുത്തില്ല. നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഉണ്ടോ? ഓക്കെ, ഞാൻ ഇത്രയും പോർഷൻസ് എടുത്തതില് നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാം ക്ലിയർ ആണോ? പറയൂ. എനിക്ക് കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, മാം. ആണോ? റെക്കോർഡ് ക്ലാസ് കാണണം കേട്ടോ. ക്ലാസ് കഴിയുമ്പോഴും പിറ്റേ ദിവസം അവര് അപ്ലോഡ് ചെയ്യുമല്ലോ. സോ ആ ക്ലാസ് കണ്ടതിന് ശേഷം പിന്നെ എന്റെ ക്ലാസ് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഒരു ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അപ്പോ ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോ ചോദിക്കുക. കാരണം ഞാനിപ്പോ വേറെ ഒരു പോർഷനിലേക്ക് പോവാൻ പോവാണ്. അതിന് മുന്നേ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. പൊസിഷൻ എല്ലാം കഴിഞ്ഞു. മജിദ എന്നാണ് പേര്. അതെ മാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിക്ക് ഫസ്റ്റത്തെ ക്ലാസ്, ഞാൻ റെക്കോർഡ് ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കേട്ടിട്ടില്ല. ഫസ്റ്റത്തെ ക്ലാസ്സിൽ എനിക്ക് കയറാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ റെക്കോർഡ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ അതിലൊരു കുറച്ച് ഡൗട്ടുകൾ ഉണ്ട് എനിക്ക്. വെർബിന്റെ ആ ഫസ്റ്റ് ഹെഡിങ് മാത്രം മാം ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയിരുന്നു. ഹെഡിങ് വരുന്നുണ്ടല്ലോ, മെയിൻ വെർബായിട്ട് ആഡ്വെർബ് അങ്ങനെയുള്ള വരുന്ന വെർബ്സ് ഉണ്ടല്ലോ, അതൊന്ന് പറഞ്ഞു തരികയാണെങ്കിൽ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിരുന്നു. ബാക്കിയുള്ളത് എനിക്കറിയാം, അത് ഞാൻ കേട്ടിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ആ ഒരു പോർഷൻ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതൊന്ന് ഹെഡിങ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാ മതി. ഫോർ എക്സാമ്പിള്, ഇപ്പോ ഐ ഈറ്റ് ബിരിയാണി എന്ന് പറയും. ഐ ഈറ്റ് ഞാൻ ബിരിയാണി തിന്നുന്നു എന്നാണ് ഒരു മീനിങ് വരാം. ഐ ഈറ്റ് ബിരിയാണി. സോ ഇതില് ഈ സെന്റൻസില് സബ്ജക്ട് ഉണ്ട്. സബ്ജക്ട് ഏതാണ്? ഈറ്റ്, കഴിക്കുന്നു. സബ്ജക്റ്റ് ആണ്. സബ്ജക്ട് എന്ന് പറയുമ്പോൾ ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അതാണ് സബ്ജക്ട്. അപ്പൊ സബ്ജക്റ്റ് ആരാണ്? ഐ ആണ്. എന്ന് പറയുമ്പോ എന്താണോ ഒരു പ്രവൃത്തി നടക്കുന്നത് അതാണ് വെർബ്. അപ്പൊ സബ്ജക്റ്റ് വെർബ് ഏതാണ്? കഴിക്കുന്നു, അതാണ്. അതായത് ബിരിയാണി കഴിക്കുന്നു. അതെ. എന്താണ് കഴിക്കുന്നത് അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒബ്ജക്റ്റ് ആണെങ്കില് അതെ. ഓക്കെ, ഒബ്ജക്റ്റ് ഏതാണ്? ബിരിയാണി. അതെ. അപ്പൊ ഐ സബ്ജക്റ്റ്, ഈറ്റ് വെർബ്, ബിരിയാണി ഒബ്ജക്റ്റ്. ഓക്കെ 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 മാം. യെസ്. Then she's a beautiful girl എന്ന് പറഞ്ഞു. She's a beautiful girl. ഇവിടെ she എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ്. ഈസ് എന്ന് പറയുന്നത് നെഗറ്റീവ് വെർബ് ആണ്, ഒരു ഓക്സിലറി വെർബ് ആണ് ഈസ് എന്ന് പറയുന്നത്. ഓക്സിലറി വെർബ്. ഓക്കെ. ബ്യൂട്ടിഫുൾ ഗേൾ എന്നാ പറഞ്ഞത് അല്ലേ? അതെ. ബ്യൂട്ടിഫുൾ ഗേൾ എന്നാ പറഞ്ഞത്. സബ്ജക്റ്റിനെയാണ്
ബ്യൂട്ടിഫുൾ എന്ന് സബ്ജക്റ്റ് പറഞ്ഞാൽ ഞാൻ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞത്. ഒരു നൗൺ ആണല്ലേ ഇത്. ഗേൾ എന്ന് പറയുമ്പോൾ ഒരു നൗൺ ആണ്. ആരെയാണോ ആരെക്കുറിച്ചാണോ അവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് അതാണ് എന്ത്, അതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ് എന്ന്. ഓക്കെ. ആ ബ്യൂട്ടിഫുൾ എന്ന വേർഡ് ആണ് അവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ മാം. ഷീസ് ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയുമ്പോൾ ഷീസ് സബ്ജക്റ്റ് ഈസ് ഓക്സിലറി സബ്ജക്റ്റ് ഈസ് ഓക്സിലറി വെർബ്, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഗേൾ നോൺ, അഡ്ജക്റ്റീവ് നോൺ. ഓക്കെ. he sings beautifully എന്ന് പറയാം. he sings beautifully. അപ്പോൾ ഇവിടെ he എന്ന് പറയുന്ന സബ്ജക്റ്റ്, is എന്ന് പറയുന്ന ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയും is. ഓക്കെ. ഓക്കെ. beautifully. sing എന്ന് പറയുന്നത് ഒരു വെർബ് ആണ്. ബൺ. ഓക്കെ. അപ്പോൾ വെർബിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ് എന്ത്, ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ. സോ ആ സെന്റൻസ് ആണ് നോക്കാം. he sings beautifully എന്ന് പറയുമ്പോൾ വെർബിനെയാണ് മോഡിഫൈ ചെയ്യുന്നത്. ഓക്കെ. ഈ ബ്യൂട്ടിഫുള്ളി എന്താണ്? ഹലോ, വെർബാണ് മാം. ആഡ്വർബ് ആണ്. അതെ. അപ്പോ സെന്റൻസിൽ നോക്കാം, എന്തിനെയാണോ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് മോഡിഫൈ ചെയ്ത് പറയുന്നത്, വെർബിനെയാണ് മോഡിഫൈ ചെയ്യുന്നതെങ്കിൽ അത് ആഡ്വർബും അത് അഡ്ജക്റ്റീവും ആണ്. ഓക്കെ. അപ്പോ സബ്ജക്റ്റ്, വെർബ്, ഓക്സിലറി വെർബ്, ആഡ്വർബ്, അഡ്ജക്റ്റീവ് വെർബ്. ക്ലിയർ ആയില്ലേ? യെസ് മാം, ക്ലിയർ ആണ്. എത്രയേ ഉള്ളൂ. പിന്നെ പ്രൊപോസിഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തെടുപ്പ് കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, ക്ലിയർ ആണ് മാം. ഓക്കെ മാം. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. So we are moving on to next topic. മാം ഒരു ഡൗട്ട് ഉണ്ട്. എന്തോ? മാം കേക്കാവോ? കേക്കാം പറയൂ. മാം നമ്മളുടെ പ്രൊപ്പോസിഷൻസില് നമ്മുടെ ഫങ്ഷൻസ്, അതായത് മാരേജ്, ഫ്യൂണറൽ അതുപോലത്തെ ഫങ്ഷൻസിൽ നിൽക്കുകയാണെന്ന് പറയണേ നമ്മൾ അറ്റ് തന്നെയാണ് യൂസ് ചെയ്യണേ? നമ്മൾ എവിടെയാണോ ആ കറക്റ്റ് പ്ലേസ് ആയിരിക്കണം, മനസ്സിലായോ? അല്ലാതെ സ്ഥലങ്ങളെ കുറിച്ച് പറയുമ്പോൾ അറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാല് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ പറയണം അറ്റ് യൂസ് ചെയ്യും. കറക്റ്റ് സ്ഥലം, മനസ്സിലായോ? ഇപ്പൊ നിങ്ങള് ഇപ്പൊ പറഞ്ഞ ഫ്യൂണറലാണ് എന്ന് പറഞ്ഞു, അതെ ആരുടെ വീട്ടിലാണെന്നല്ലേ പറയാം. അപ്പൊ ഇന്ന ആളുടെ വീടുന്നായിട്ട് നമ്മ പറയാം, അല്ലെ? ആണോ? അങ്ങനെയല്ലേ പറയാം. അപ്പൊ അങ്ങനെ പറയുമ്പോ അറ്റ് യൂസ് ചെയ്ത് പറയാം. ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. സോ ഒരു മാരേജ് ആണെങ്കിൽ ആ ഒരു മാരേജ് ഫംഗ്ഷൻ നടക്കുന്നത് ഒന്നുകിൽ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ ഹാളിലായിരിക്കാം. സോ ആ ഹാൾ എവിടെയാണോ ആ കറക്റ്റ് ആ ഒരു എക്സാക്ട് പ്ലേസ് അവിടെ മെൻഷൻ ചെയ്യണം. സോ അങ്ങനെ മെൻഷൻ ചെയ്യുമ്പോൾ അറ്റ് യൂസ് ചെയ്തിട്ട് വേണം പറയാൻ. സോ any other doubt? ഡൗട്ട് മാം. കളർ ക്ലിയർ ആണ് മാം, നോ ഡൗട്ട്. ക്ലിയർ ആണ്. ഓക്കെ. സോ നമുക്ക് ടെൻസിലേക്ക് പോവാം. ടെൻസ് ആണ് പഠിക്കാൻ പോണത്. സോ കൺഫ്യൂഷൻ ഉണ്ടാവാം, ഡൗട്ട് ഉണ്ടാവാം, ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കാം. നല്ലോണം കൺഫ്യൂഷൻ വരും, കാരണം ടെൻസസ് അറിയാതെ എല്ലാവർക്കും അത്യാവശ്യം കൺഫ്യൂഷൻ ഉള്ള സാധനമാണ്. പഠിച്ച് കൺഫ്യൂഷൻ ആയിരിക്കുന്ന ഒരു സാധനം. എല്ലാവരും മ്യൂട്ട് ചെയ്യാം. സോ ടെൻസസ് എങ്ങനെയാണ്? 3 ടെൻസ് ഉണ്ട്, എല്ലാവർക്കും അറിയാം. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, അല്ലെ? സോ അതില് 4 ആക്ഷൻസ് ഉണ്ട്, അല്ലെ? എല്ലാത്തിലും ഓരോന്നിലും 4 ആക്ഷൻസ് ഉണ്ട്. ഈ ആക്ഷൻ പറയുന്നത് വെച്ചാല് സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, കണ്ടിന്യൂസ് ആണ് 4 ആക്ഷൻ. അത് ഓരോ ടെൻസിലും ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്രസന്റ് ആണെങ്കിൽ പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്.
പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സോ ആക്ഷൻസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇതാണ് ആക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ താഴെ നോക്കാം. പ്രസന്റ്, ഫസ്റ്റ് നമ്മൾ പ്രസന്റിൽ അത് ഇടുക. പ്രസന്റ് നോക്കാം. പ്രസന്റ് സിമ്പിളിൽ നോക്കിയേ, ഇവിടെ അത് നമുക്ക് സ്ട്രക്ചർ വെച്ച് പഠിച്ചു പോകാം. ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. ഫസ്റ്റ് ബേസിക് ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ സിമ്പിൾ പ്രസന്റില് നമ്മുടെ സബ്ജക്റ്റിന്റെ കൂടെ V1 ഫോം, അതായത് വേർബിന്റെ ഫസ്റ്റ് ഫോം V1, V2, V3 ഉണ്ടെന്ന് അറിയാനാവും അല്ലെ. സോ ഇപ്പോ ഗോ ആണെങ്കിൽ എന്താണ് V2, V3 എന്താ വരാ? ഗോ എന്ന് പറഞ്ഞാൽ V1 ആണ്, ഫസ്റ്റ് ആണ്, ബേസിക് ഫോം ആണ്, ബേസ് ഫോം ആണ്. സോ V2, V3 ഫോം ഏതാ? V2 എന്ന് പറഞ്ഞാൽ വെന്റ്, V3 ഗോൺ ആണ്. സോ ഗോ, വെന്റ്, ഗോൺ ഇങ്ങനെയാ വരാം. ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ആദ്യം വേർഡ്സിന്റെ V1, V2, V3 ഫോം എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, കുറച്ച് നോട്ട്സ് ഞാൻ തരും, അല്ലാതെ കുറച്ചൊക്കെ നിങ്ങൾ തന്നെ കൊടുത്ത് പഠിക്കാൻ നോക്കാം. ഓക്കെ, സോ സിമ്പിൾ പ്രസന്റില് സബ്ജക്ട് ഏതാണോ അതിന്റെ കൂടെ V1 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോ ഞാൻ മലയാളം പറയാം. ഞാൻ എഴുതുന്നു, ഞാൻ എഴുതുന്നു എന്ന് പറയുന്ന ഒരു സെന്റൻസ്, അത് സിമ്പിൾ പ്രസന്റ് ആണ്. എഴുതുന്നു അത് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അവിടെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉണ്ടാവൂ. അത് സ്റ്റേറ്റ്മെന്റ് ആകും, ചിലപ്പോ ഒരു ഹാബിറ്റ്സ് ആകും, ഒരു റൊട്ടീൻ ആകും, അല്ലെങ്കിൽ പെർമനന്റ് സിറ്റുവേഷൻ ആകും, മനസ്സിലായോ? യൂണിവേഴ്സൽ ട്രൂത്ത് ആകും. ഇതെല്ലാം ഈ സിമ്പിൾ പ്രസന്റിൽ വരുന്ന കാര്യങ്ങളാണ്. സോ ഞാൻ എഴുതുന്നു എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രസന്റ് ആണ്. അത് മാത്രമല്ല ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ വെറുതെ ഒരു ആക്ഷനോ, ആക്ഷൻ അല്ല, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സോ അങ്ങനെയൊന്നുമില്ല. ഞാൻ എഴുതുന്നു, അത് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അതൊന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തേ. ഞാൻ എഴുതുന്നു എങ്ങനെയാ വരാ? ഇവിടെ സബ്ജക്റ്റും വെർബും മാത്രമേ ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് അത് മനസ്സിലാക്കാം. വേറെ ഒന്നും ഉണ്ടാക്കാം, വെർബോ ഒന്നുമില്ല, സബ്ജക്റ്റും വെർബും മാത്രം. ഞാൻ writing. I write. I am writing. I write. ഓക്കെ, ഫസ്റ്റ് ഐ റൈറ്റ് ആണ്. ഞാൻ എഴുതുന്നു എന്ന് പറയുമ്പോൾ ഐ റൈറ്റ്. ഓക്കെ, ഐ റൈറ്റ്. ഇനി അവൻ എഴുതുന്നു ആണെങ്കിലോ അവൻ. He writes. He write. He writes. He write. He is right. He is writing. He is writing. ഇവിടെ അവൻ എഴുതുന്നു എന്ന് പറയുമ്പോ ഹി റൈറ്റ്സ് ആണ് വരാം. ഹി റൈറ്റ്സ്, എസ് ആഡ് ചെയ്യണം. വേർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യണം. അതിന് കാരണം എന്താന്ന് വെച്ചാല് ഐ യു സിമ്പിൾ നോട്ട്ബുക്ക് എടുക്കും. നോട്ട്ബുക്ക് എടുത്തിട്ട് സിമ്പിൾ പ്രസന്റിന് ഹെഡിങ് കൊടുക്കും. ഐ യു ബി ദേ ആണെങ്കിൽ ഐ യു ബി ഡി എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അത് മനസ്സിലാക്കാം, പ്ലൂറൽ ആണ്. മനസ്സിലായോ? ഐ എന്ന് കേൾക്കുമ്പോ ഒറ്റയ്ക്കാണ് എന്ന് വിചാരിച്ചിട്ട് അത് പ്ലൂറൽ അല്ലാതാവില്ല. അത് റൂളാണ്. ഐ യു ബി ദേ എന്ന് പറയുന്നത് ആ ഗ്രൂപ്പ് പ്ലൂറൽ ആണ്. ഓക്കെ, അപ്പൊ ഈ പ്ലൂറലിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബും പ്ലൂറൽ ആയിരിക്കണം. മനസ്സിലായോ? അതാണ് ഫസ്റ്റ് റൂൾ. ഐ യു വിയുടെ കൂടെ എപ്പോഴും പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഹി ഷീ ഇറ്റ്, അവൻ അവൾ അത് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിന്റെ കൂടെ
ഈ ഗ്രൂപ്പ് എന്തായാലും സിംഗുലർ ആണ്. ഹി എന്ന് അവൻ അവൾ എന്ന് പറയുന്നതും അത് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ഒരാളെ ഉള്ളൂ. സോ വെർബും എന്താണ്, സിംഗുലർ ആയിരിക്കണം. അത് മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക, മാറിപ്പോകരുത്. ഇത് പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഓക്കെ, ഐ യു വി യുടെ കൂടെ പ്ലൂറൽ ആണ്, പ്ലൂറൽ വെർബ് ആണ്. കാരണം അത് പ്ലൂറൽ ആണ്. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കും. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും. ഓക്കെ, അപ്പോ ഈ റൈറ്റ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. റൈറ്റ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. റൈറ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. വെർബിന്റെ കൂടെ എസ് അടങ്ങിയിട്ടാല് അത് സിംഗുലർ ആകും. ഓക്കെ, ക്ലിയർ ആയോ? സിമ്പിൾ പാസ്റ്റിലാണ്, സിമ്പിൾ പ്രസന്റിലാണ്. ഓക്കെ, ഇത് നമ്മൾ പഠിക്കുന്നത് സിമ്പിൾ പ്രസന്റിലാണ്. ക്ലിയർ ആണ്? ഓക്കെ, സോ അവർ ഓടുന്നു. അവർ ഓടുന്നു എന്താ പറയാ? She runs. She runs. She runs. She runs. He runs. Here. Okay. He അവൻ ഓടുന്നു. He runs ആണ്. Okay. അവർ ആണല്ലോ, അവർ 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 They runs. They run. they run. They run. പൂച്ച ചാടുന്നു. പൂച്ച. Cat jumping. Jumps. Cat jumps. Jumps. Cat Cat jumps. Jumps. Yes, jumps. cat jumps ആണ്. Jump. ജമ്പ് ആണ്, ജംസ് ആണ്. ഇറ്റ് ആണ്, അല്ല ഒരു വസ്തുവാണ്, ഒരു അനിമൽ ആണ്. ഇറ്റ് യൂസ് ചെയ്തിട്ട് പറയുള്ളൂ. സോ ജംസ് ആണ്, മാറിപ്പോകരുത്, ജംസ് ആണ്. ഓക്കെ, സോ ഇത് ക്ലിയർ ആണോ? കുറച്ചൊരു എക്സാമ്പിൾ Yes, വേണോ? ma'am. Yes. ഓക്കെ, ഞങ്ങൾ പാടുന്നു. ഞങ്ങൾ പാടുന്നു. We sing. We sing. ഞങ്ങൾ 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 പാടുന്നു. We sing. Song. We sing. We sing. We sing. We sing. Yeah, we sing. അവളാണെങ്കിലോ? She sings. We sings. She sings. She sings. We sing. Yeah, she sings. She sings. Correct. So clear അല്ലേ? ഇതുവരെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. സോ ഇനി കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് നോക്കി ഇവിടെ. ഐ ഗോ ഫോർ എ വാക്ക് എവറി ഡേ. അല്ലെ, ഐയുടെ കൂടെ ഫസ്റ്റ് ഫോർ ഗോ. ഓക്കെ, ഐ ഗോ ഫോർ എ വാക്ക് എവറി ഡേ. ഇവിടെ ഐ ഗോ ഫോർ, ഞാൻ എല്ലാ ദിവസവും നടക്കാൻ പോകുന്നു അല്ലേ പറയുന്നത്. ഇവിടെ അവനാണെങ്കിലോ, അവൻ എല്ലാ ദിവസവും നടക്കാൻ പോകുന്നു. അപ്പൊ എന്താ വരാ സെന്റൻസ്? He goes. He goes for a Goes He for a goes walk every day. for a walk every day. he goes for a walk every day. Every day. He goes with.
He goes for a He walk. goes for every walk every day. Clear. Next, the sun rises in the east. ഇവിടെ rises എന്ന് പറയാൻ കാരണം സിംഗുലർ ആണ്. ഇതല്ലേ ഒരു വസ്തുവാണ്. ഒരു വസ്തുവാണ്. Yes. യൂണിവേഴ്സൽ ട്രൂത്ത്. the sun singular ആണ്, അതുകൊണ്ട് rises ആണ്. Clear? Okay. So mute ചെയ്യോ. ആൻസർ പറഞ്ഞ ശേഷം മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. നമുക്ക് റെക്കോർഡ് ക്ലാസ് കേൾക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. സോ സിമ്പിൾ പ്രസന്റ് ഇപ്പൊ ഇതുവരെയും പറഞ്ഞ ക്ലിയർ ആയല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ. സോ ഇനി പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസിലാണ് സബ്ജക്റ്റിന്റെ കൂടെ ബി ഫോം. ബി ഫോം എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ ഐ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഐയുടെ കൂടെ എന്താണ് ആം വരും അല്ലെ. പിന്നെ വെർബ് ing, അതായത് ഞാൻ എഴുതുകയാണ് അല്ലെ. ഞാൻ എഴുതുകയാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരാ? I am right. I am writing. I am writing അല്ലെ. അപ്പൊ ഐയുടെ കൂടെ ആം വന്നു, വെർബിന്റെ കൂടെ ing വന്നു. സോ ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. I am writing. അവൻ എഴുതുകയാണെങ്കിലോ He is writing. He's writing. yeah, he is writing. യുടെ കൂടെ ഇത് വന്നു, ing ഫോം വന്നു. സോ he is writing. ഇപ്പോ അവർ എഴുതുകയാണെങ്കിലോ അവർ They are writing. They are writing. they are writing. They are writing. Writing വന്നു. They are writing. Yeah, correct ആണ്. So കുറച്ച് എക്സാമ്പിൾസ് നോക്കൂ. The baby is crying. Baby എന്ന് പറയുന്നതിന്റെ കൂടെ is വന്നു അല്ലെ. സിംഗുലർ ആണ്, സിംഗുലറിന്റെ കൂടെ is ആണ് വരാം. The baby is crying. Baby കരയുകയാണ്. I'm preparing for an exam. എന്താണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണ് അല്ലെ. They are flying to Dubai tomorrow. നാളെ വരെ ദുബായിലേക്ക് പോകും, അതായത് പറക്കും, ആ ഒരു ഫീലിംഗ് ആണ്. സോ ഇങ്ങനെ ing ഫോം യൂസ് ചെയ്യുന്നതാണ് എന്ത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. നീ ഫോറൻ ഞാൻ കലാതെ അടിച്ച് ഓഫ് ആക്കിട്ട് പഠിക്കരുത്. ഇതൊക്കെ കലാം വെക്കില്ലേ റിനീസ എന്നോടാണ്. ഓക്കെ. സോ മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. സോ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ എന്താ ചെയ്യുന്നേ? പഠിപ്പിക്കാണ്. ടീച്ചിങ്. ടീച്ചിങ് ആണ് അല്ലെ. സോ കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസിൽ പറയാം. ഞാൻ പഠിപ്പിക്കുകയാണ്. ഐ ആം ടീച്ചിങ്. നിങ്ങൾ എന്ത് ചെയ്യാം? You are studying. പഠിക്കുകയാണ്. അത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസിൽ പറയാം. We are studying പറയാം, you are studying പറയാം, I am teaching പറയാം, he is teaching പറയാം, she is teaching പറയാം. ഓക്കെ. അപ്പൊ ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും ക്ലിയർ അല്ലേ? Yes, ma'am. Then present perfect. Present perfect എന്ന് പറയുമ്പോ അതിന് മുന്നേ ഞാൻ പറയാം. ഇപ്പോ സിമ്പിൾ പ്രസന്റില് നമ്മള് ഐ യു വിയുടെ കൂടെ സിംഗുലർ ആണെന്ന് പറഞ്ഞു അല്ലെ. ഇപ്പോ വേറൊരു ഇത് തരാം. ഞാൻ ചെയ്യുന്നു എന്നാണ്. ഞാനൊരു പ്രവൃത്തി, എന്തൊരു പ്രവൃത്തി ആവട്ടെ, ചെയ്യുക എന്നൊരു ഇംഗ്ലീഷ്, ചെയ്യുക എന്നൊരു മലയാളം ഇംഗ്ലീഷ് എന്താ? ചെയ്യുക. Do. Do ആണ്. അപ്പൊ ഞാൻ ചെയ്യുന്നു എന്നാണെങ്കിലോ ഞാൻ ചെയ്യുന്നു. doing. I am doing. I am doing. I'm doing. അയാൾ I am. ഞാൻ I do. I do. Yeah. ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോ I do ആണ്. അവൻ ചെയ്യുന്നതാണെങ്കിലോ അവനോ അവളോ ചെയ്യുന്നതാണെങ്കിലോ He does. Yes. He does. എന്താ പറയാ? He does. He does ആണ്. He does ആണ്. സോ എഴുതാ IUVDയുടെ കൂടെ ആണെങ്കിൽ
ഡു ആണ് വരാ. ഐ യു വി യുടെ കൂടെ ഡു ആണ് വരാ. ഹി ഷീ ഇറ്റ് ആണെങ്കിൽ മ്യൂട്ട് ചെയ്യും എല്ലാവരും, ഡിസ്റ്റർബൻസ് ആവും. ഹി ഷീ ഇറ്റ് ആണെങ്കിൽ ഡസ് ആണ് വരാ. ഐ യു വി ആണെങ്കിൽ ഡു, ഹി ഷീ ഇറ്റ് ആണെങ്കിൽ ഡസ്. ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കാം. ഇമ്പോർട്ടന്റ് ആണ്, എഴുതി വയ്ക്കാം. ഓക്കെ, അപ്പൊ ഹി ഡസ്, ഷീ ഡസ്, ഇറ്റ് ഡസ്. ഐ ഡു, വി ഡു, യു ഡു, ദേ ഡു. മാം നോട്ട് തരൂലേ? ഞങ്ങൾ എഴുതണം അപ്പൊ? എഴുതിക്കോളൂ. Okay, അപ്പൊ ഞാൻ ചെയ്യുന്നു, അവൻ ചെയ്യുന്നു എന്നെല്ലാം പറഞ്ഞു. ഇനി ഞാൻ ചെയ്യുകയാണ് എന്നാണല്ലോ, ഞാൻ ചെയ്യുകയാണ്. I doing. I am doing. Doing. I'm doing. അവൻ ചെയ്യുകയാണെങ്കിലോ? He is doing. He is doing. ഡൂയിങ് വരും. കാരണം ഈ കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എന്താണ് ഡു വരും. ഈ ഡസ് അല്ല, ഈസ് ഡൂയിങ്. സബ്ജക്റ്റും വെർബ് മാത്രം ഉണ്ടെങ്കിൽ ഹി ഡസ് എന്ന് പറയും. ഓക്കെ, കണ്ടിന്യൂസില് എപ്പോഴും ഡൂയിങ് ആണ് വരും. ഹി ഈസ് ഡൂയിങ്. അവർ ചെയ്യുകയാണെങ്കിലോ? അവർ. They are doing. They are doing. Yeah. Okay, in present perfect. Present perfect എന്ന് പറയുമ്പോ സബ്ജക്റ്റിന്റെ കൂടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യണം. ഓക്കെ, സബ്ജക്റ്റിന്റെ കൂടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യണം. അതിനുശേഷം V3 ഫോം ആണ് ആഡ് ചെയ്യേണ്ടത്. അതായത് ഐ യു വി യുടെ കൂടെ ഹാവ് ആണ് വരാം. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ എപ്പോഴും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ എപ്പോഴും ഹാവ് ആണ് വരാം. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസ്. അതായത് ഐ യു വി യുടെ കൂടെ ഹാവും ഹി ഷീ ഇറ്റിന്റെ കൂടെ ഹാസും ആണ് വരാം. ഓക്കെ, ക്ലിയർ? സോ ഇവിടെ എക്സാമ്പിൾ നോക്കിയേ. He has lost his passport. എന്താണ്? അവരുടെ പാസ്പോർട്ട് അത് നഷ്ടപ്പെട്ടു. ഇവിടെ ഹീ കഴിഞ്ഞിട്ട് ഹാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഹീ വരുമ്പോ ഹാസ് ആണ് വരാം. ദെൻ വന്നിരിക്കുന്ന പിന്നെ വേർബ് എന്താണ്? ലോസ്റ്റ് ആണ്. ലോസ്റ്റ് എന്ന് പറയുമ്പോ അത് V3 ഫോം ആണ്, അല്ലേ? ആണോ? Yes, ma'am. Yeah. So Yes, ma'am. എപ്പോഴും ഹാസിന്റെയും ഹാവിനും ശേഷം V3 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും മറക്കരുത്. Then I have done all my homework. I ആയതുകൊണ്ട് have യൂസ് ചെയ്തു. Then done എന്ന് പറയുന്നത് V3 ഫോം ആണ്. V3 ഫോം യൂസ് ചെയ്യണം. എപ്പോഴും സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കുക. പെർഫെക്റ്റ് ആണെങ്കിൽ, പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാസോ ഹാവോ ആഡ് ചെയ്യാം. Then V3 ഫോം യൂസ് ചെയ്യുക. എപ്പോഴും സ്ട്രക്ചർ മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അങ്ങനെ സ്ട്രക്ചർ പഠിച്ചു വെച്ചാല് പെട്ടെന്ന് ടെൻസ് കിട്ടും. മനസ്സിലായോ? Yes, ma'am. Yeah. Then present perfect continuous. Perfect continuous എന്താ വരാ? സബ്ജക്റ്റിന്റെ കൂടെ ഹാസോ ഹാവോ വരും, അതിന്റെ കൂടെ ബി വരും. Then
ING ഫോം ആണ്. He has been doing എന്നൊക്കെ വരാം. മനസ്സിലായോ? He has been doing. They have been doing. മനസ്സിലായോ? സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കുക. IUVയുടെ കൂടെയാണെങ്കിൽ have വരും, then been വരും, then verb-ന്റെ കൂടെ ING ഫോം ആവരാം. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാല് എപ്പോഴും ING ഫോം ഉണ്ടാവും. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഓക്സിലറി verb കഴിഞ്ഞിട്ട് എന്താണ് വെർബിന്റെ ING ഫോം വരും. പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണെങ്കിലോ ഹാവോ ഹാസോ കഴിഞ്ഞതിന് ശേഷം ബീൻ വന്നതിന് ശേഷമാണ് കണ്ടിന്യൂസ് ഫോം വരിക. എപ്പോഴും സ്ട്രക്ചർ പഠിക്കുക. ക്ലിയർ ആണോ? സ്ട്രക്ചർ എല്ലാവരും കിട്ടിയോ? ഇവിടെ എക്സാമ്പിൾ നോക്കിയേ. വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് മോർണിംഗ്. ബീന് ശേഷം ഹാവ് യൂസ് ചെയ്തു, then ബീൻ യൂസ് ചെയ്തു. വെയിറ്റ് എന്താണ്? കണ്ടിന്യൂസ് ഫോം ആയ വെയിറ്റിംഗ് യൂസ് ചെയ്തു. ING ഫോം ആണ്, വെയിറ്റിംഗ് യൂസ് ചെയ്തു. നെക്സ്റ്റ്, the baby has been sleeping. കണ്ടോ? ഇതാണ് സ്ട്രക്ചർ. ഇത് മനസ്സിലാക്കിയാല് നമുക്ക് സെന്റൻസ് പെട്ടെന്ന് മേക്ക് ചെയ്യാൻ പറ്റും. സോ സ്ട്രക്ചർ ക്ലിയർ ആയോ എല്ലാവർക്കും? നോട്ട് എഴുതി നിൽക്കണ്ട, ഈ നോട്ട് ഞാൻ നിങ്ങൾക്ക് തരും. ക്ലിയർ ആണോ? പെട്ടെന്ന് റിവൈൻഡ് ചെയ്ത് പോവാ. സിമ്പിൾ പ്രസന്റില് സബ്ജക്റ്റിന്റെ കൂടെ verb മാത്രമേ വെക്കൂ. പ്രസന്റ് കണ്ടിന്യൂസില് സബ്ജക്റ്റിന്റെ കൂടെ ഓക്സിലറി വെർബും വരും, വെർബിന്റെ കൂടെ ING ഫോം വരും. പ്രസന്റ് പെർഫെക്റ്റില് സബ്ജക്റ്റിന്റെ കൂടെ ഹാസോ ഹാവോ വരും, then V3 ഫോം ഓഫ് ദി verb വരും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസില് സബ്ജക്റ്റിന്റെ കൂടെ ഹാസോ ഹാവോ വരും, ബീൻ വരും, then വെർബിന്റെ ING ഫോം. സ്ട്രക്ചർ ക്ലിയർ ആണോ? ഒന്ന് പറയാൻ പറ്റുമോ സ്ട്രക്ചർ? നോ. ഷിനൂന എന്നാണ് പേര്. ഷിനൂന. ശരി. എന്താ മനസ്സിലാവാത്തെ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഒന്നുകൂടെ പറയോ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് സബ്ജക്റ്റ് നമ്മളിപ്പോ ഹി ആണെങ്കിൽ സബ്ജക്റ്റിന്റെ കൂടെ ഏതാ വരാ? ഹാവ് ആണോ ഹാസ് ആണോ വരാ? ഹാസ്. ഹാസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഹാസിന് ശേഷം എന്ത് വരാം? ബീൻ വരാം. ഓക്കെ, ബീൻ വരാം. അതിനുശേഷം വെർബിന്റെ ING ഫോം. ഓക്കെ, ഇതാണ് സ്ട്രക്ചർ ആണ്. എല്ലാ ടെൻസിനും സ്ട്രക്ചറിൽ സ്ട്രക്ചർ പഠിച്ചാൽ തന്നെ പാസ്റ്റും ഫ്യൂച്ചറും പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കാൻ പറ്റും. നോക്കിയേ, ഫസ്റ്റ് ഇത്രയും ചിന്തിക്കുക, കാണാണ്ട് ഒന്ന് കണ്ണടച്ച് നോക്കി. ഫസ്റ്റ് സബ്ജക്റ്റിലൂടെ വെർബ് മാത്രം, അതായത് സിമ്പിൾ പ്രസന്റില്. ദെൻ പ്രസന്റ് കണ്ടിന്യൂസിലോ ഹീസ് റൈറ്റിംഗ് എന്ന് വരും അല്ലെ? സബ്ജക്റ്റിന്റെ കൂടെ ഓക്സിലറി വെർബും വരും, ING ഫോമിന്റെ വെർബും വരും. പെർഫെക്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഹാസോ ഹാവ് ഉണ്ടാവും. ഓക്കെ, പെർഫെക്റ്റിലാണ് ഈ ഹാസോ ഹാവ് ആഡ് ചെയ്യുന്നത്. അപ്പൊ സബ്ജക്റ്റിന്റെ കൂടെ ഹാസോ ഹാവ് വരാം. ദെൻ V3 ഫോം, വെർബിന്റെ V3 ഫോം ആയിരിക്കും യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ഉണ്ടാകും, കണ്ടിന്യൂസ് ഉണ്ടാകും. സോ ഹാസോ ഹാവോ ഉണ്ടാകും, ബീൻ ഉണ്ടാകും, ING ഫോം ഉണ്ടാകും. ക്ലിയർ ആയോ? ക്ലിയർ മാം. ഒന്ന് പറയാൻ പറ്റുന്നൊക്കെ ആ സ്ട്രക്ചർ ഒന്ന് പറയാൻ പറ്റുന്നൊക്കെ? Simple present tense, subject plus verb. Present continuous tense is or am or are plus verb plus ING. Perfect tense, present perfect tense has or have
plus V3 form. Present perfect continuous tense has or have plus been plus verb plus ing. ഓക്കെ, ഓരോരുത്തർ പറയോ? നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എനിക്ക് പെട്ടെന്ന് ക്ലിയർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. സിമ്പിൾ പ്രസന്റിന് സബ്ജക്റ്റ് പ്ലസ് വെർബ്. പ്രസന്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ വെർബ് പ്ലസ് ing വരും. പ്രസന്റ് പെർഫെക്റ്റ് ആവുമ്പോൾ ഹാവ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് V3 ഫോം വരും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ സബ്ജക്റ്റ് ഹാവ് പ്ലസ് ഹാസ് ബീൻ പ്ലസ് V3 ing. വേറെ പറയാ? പറയൂ, ആരെങ്കിലും പറയാവോ? സിമ്പിൾ പ്രസന്റിലെ സബ്ജക്റ്റ് പ്ലസ് വെർബ്. പ്രസന്റ് കണ്ടിന്യൂസില് സബ്ജക്റ്റ് പ്ലസ് ing ഫോം. പ്രസന്റ് പെർഫെക്റ്റില് സബ്ജക്റ്റിന്റെ കൂടെ ഹാസ് ഓർ ഹാവ് പ്ലസ് വെർബ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസില് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing. ഓക്കെ, ആരെങ്കിലും? anyone? സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സബ്ജക്ട് പ്ലസ് വെർബ്. അതായത് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ സിംഗുലർ ആണെങ്കിൽ എസ് ചേർത്തി എഴുതണം, അങ്ങനെയല്ലേ? അതെ, വെർബിന്റെ കൂടെ സ്റ്റാൻഡിങ് എസ് ചേർത്തണം. പ്ലൂറൽ ആണെങ്കിൽ അങ്ങനെ. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് മീൻസ് സബ്ജക്ട് പ്ലസ് ing. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാസ് ഓർ ഹാവ് വരും. പിന്നെ V3 ഫോം പ്ലസ് V3 ഫോം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഹാസ് ഓർ ഹാവ് വരും. ബി വെർബ് പ്ലസ് ing, V3 ing ഫോം. പ്രസന്റ് സിമ്പിൾ ആവുമ്പോ സബ്ജക്റ്റ് വെർബ്. പ്രസന്റ് കണ്ടിന്യൂസ് ആയിരുന്നെങ്കിൽ സബ്ജക്റ്റ് ഓക്സിലറി വെർബ് ing ഫോം, വെർബിന്റെ ing ഫോം. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് ഹാസ് ഓർ ഹാവ് വെർബിന്റെ V3 ഫോം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സബ്ജക്റ്റ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ വെർബിന്റെ ing ഫോം. ആരെങ്കിലും? ഷൈനി, സിമ്പിൾ പ്രസന്റ് ആവുമ്പോഴേക്കും സബ്ജക്ട് പ്ലസ് വെർബ് വരും. പ്രസന്റ് കണ്ടിന്യൂസ് ആവുമ്പോഴേക്കും സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ing ഫോം വരും. പ്രസന്റ് പെർഫെക്റ്റ് ആവുമ്പോഴേക്കും സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഹാസ് ഓർ ഹാവ് വരും. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ing ഫോം വരും. ഇനിയിപ്പോ ഹാസ് ഹാവ് എവിടെയോ എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. ഓക്കെ, ഇനി ആരെങ്കിലും നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും, അറിയാലോ മനസ്സിലായാലോ എന്ന് തോന്നി. സോ പറയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. മാം, സിമ്പിൾ പ്രസന്റ് വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് വരും. പ്രസന്റ് പെർഫെക്റ്റ് വരുമ്പോൾ
അല്ല സോറി, പ്രസന്റ് കണ്ടിന്യൂസ് വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ING ഫോം വരും. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് നമ്മുടെ വെർബ് 3 വരും. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ഫോം വരും. മിസ് അതെ, എനിക്ക് ഇതിന് സെന്റൻസ് വരുമ്പോ മലയാളത്തിൽ എങ്ങനെയാ പറയാ? അത് നമുക്ക് പറയാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. അപ്പൊ സ്ട്രക്ചർ മാത്രം നമുക്ക് പഠിക്കാം. പെർഫെക്റ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. അത് ഞാൻ പിന്നെ മലയാളം സെന്റൻസിലൊക്കെ പോവാതെ അടുത്ത ക്ലാസ്സിൽ നിന്ന് പറയാം. അപ്പൊ സ്ട്രക്ചർ ഒന്ന് പറയാം. ഹലോ. സിമ്പിൾ പ്രസന്റിലാവുമ്പോ IUV യുടെ പ്ലൂറലാണ് വെക്കണത്. റൈറ്റ് ആവും വരുന്നത്. പിന്നെ ഹി ഷീറ്റ് അതില് സിംഗുലർ ആണ് വരിക. അപ്പോൾ റൈറ്റ്സ് വരും. പിന്നെ കണ്ടിന്യൂസിൽ ഈ സാമാർ അതിൽ വെർബിന്റെ ING ഫോം ആണ്. പിന്നെ പ്രസന്റ് പെർഫെക്റ്റില് ഹാസ് ഓർ ഹാവ് വെർബിന്റെ V3 ഫോം ആണ് വരിക. പെർഫെക്റ്റ് കണ്ടിന്യൂസില് ഹാസ് ഓർ ഹാവ് ബീൻ പിന്നെ ING ഫോം. ഓക്കെ, പറയൂ. ആരെങ്കിലൊക്കെ പറയൂ. ഞാൻ ചോദിക്കണം, നിങ്ങൾ പറഞ്ഞോളൂ. പറയുന്നുണ്ടോ? ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ഈ നോട്ട്സ് PDF അയക്കോ? സോ കുറച്ച് എക്സാമ്പിൾസ് നോക്കൂ. Every night I read my book. Every night I read my book. ഈ സെന്റൻസ് ഇത് ടെൻസ് ആന്ന് പറയാം. പ്രസന്റ് ആണ്. ഇതാന്ന് പറയാമോ? എവറി നൈറ്റ്. ഇപ്പൊ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു. അപ്പോ സ്ട്രക്ചർ വെച്ചിട്ട് നോക്കി ഇത് ടെൻസ് ആണെന്ന് പറയാൻ പറ്റുന്നത്. സിമ്പിൾ പ്രസന്റ് ആണ് അല്ലെ? ഐ റീഡ് അല്ലെ? സബ്ജക്റ്റിന്റെ കൂടെ വേർബ് അല്ലെ? ബേസ് ഫോം ആണ്. അപ്പൊ ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. അത് മാത്രമല്ല നമുക്ക് നോക്കാൻ പറ്റുന്നതാണ് എവറി നൈറ്റ് ഐ റീഡ് മൈ ബുക്ക് എന്ന് പറയുമ്പോൾ അതൊരു ഹാബിറ്റ് ആണ്. സോ അതാണ് ഞാൻ പറഞ്ഞു. സോ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ. Then she is very handsome. She thinks he is very handsome. Simple present. സിംഗുലർ ഫോം ആണ്. Simple present ആണ്. she ആയതുകൊണ്ടാണ് അവിടെ എന്ത് Simple present. Simple present ആണ്. Okay. Then
they talk too much. Simple present. Simple present. Simple present. Then I like ice cream. Simple present. Simple present. Simple present. അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണെന്നാണെങ്കിലോ അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. Present continuous. അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? He likes ice cream. She likes Ice cream. she likes she likes ice cream. Okay, she likes ice cream. Okay, they are playing football. They are playing football എന്ന് പറയുമ്പോൾ Present continuous. Simple continuous. present continuous Present continuous. continuous ആണ്. Present continuous ആണ്. കാരണം എന്താണ്? Playing ing form ഉണ്ട്, subject കൂടെ auxiliary verb കൂടെ ഉണ്ട്. Then she is watching a movie. Present continuous. Present continuous. Present continuous. Yeah. The sun is shining. present Present continuous. Present continuous. That's present. Yeah. I'm learning all the sentences. Present continuous. She has bought a new car. present perfect Present perfect. Perfect. Present form. I have gone to the classroom. Present perfect. perfect I have watched a horror movie. Present perfect. present perfect present perfect This morning. Perfect perfect continuous. continuous Present continuous. Perfect continuous. I have been writing a book. perfect Present continuous Perfect continuous. Present perfect I'm continuous. learning. present continuous present continuous Present Present continuous. Present continuous. പഠിച്ചേ. എന്റെ 10th പഠിച്ചു കഴിഞ്ഞു അല്ലേ? പഠിച്ചോ? കുറച്ചൊക്കെ പഠിച്ചു. കുറച്ചൊക്കെ പഠിച്ചു. എങ്ങനെയുണ്ട്? മനസ്സിലാവുന്നുണ്ടോ? കുഴപ്പമില്ല. അറിയാമില്ലേ? ഇന്ന് ക്ലാസ്സിലിട്ടിട്ട് എല്ലാവരും അറിയാമായിരുന്നോ? നേരത്തെ അറിയായിരുന്നോ? അല്ലെങ്കിൽ പുതിയ ഇൻഫർമേഷൻ ആയിരുന്നോ? അല്ലെങ്കിൽ കുറച്ചുകൂടെ അറിയണമെന്നുണ്ടായിരുന്നോ? പക്ഷെ കുറച്ചൊക്കെ അറിയായിരുന്നു കറക്റ്റ് ആയിട്ട് അറിയില്ലായിരുന്നു. കുറച്ചൊക്കെ അറിയാമായിരുന്നു. പെട്ടെന്ന് മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് മനസ്സിലായോ? മനസ്സിലായി മാം സ്ട്രക്ചർ പഠിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ എക്സാമ്പിൾസ് എല്ലാവരും ഇത്ര കറക്റ്റ് ആയിട്ട് ഇത് ടെൻസാന്ന് പറയാൻ പറ്റും അല്ലെ? അല്ലെങ്കിൽ ഞാൻ ഈ സ്ട്രക്ചർ പഠിപ്പിക്കാതെ നിങ്ങളോട് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ശരിയല്ലേ? സോ സ്ട്രക്ചർ പഠിക്കുക. സ്ട്രക്ചർ ഇപ്പൊ ഇത് നമുക്ക് പഠിച്ചത് പ്രസന്റിലാണ്. സോ പ്രസന്റ് പഠിച്ചാല് പാസ്റ്റും സിമ്പിളും പാസ്റ്റും ഫ്യൂച്ചറും സിമ്പിൾ ആയിട്ട് പഠിക്കാം. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ. സോ നമുക്ക് പ്രസന്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. സോ ഈ നോട്ട് നമുക്ക് തരും, നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ക്ലിയർ ചെയ്ത് ഒന്നുകൂടെ പഠിക്കാം. ഇപ്പൊ ക്ലാസ് എങ്ങനെയുണ്ട്? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ. ഇന്ന് നല്ല ആക്റ്റീവ് ആയിട്ട് എല്ലാവരും ഇങ്ങനെ വേണം കേട്ടോ ക്ലാസ്സിൽ. ഡോക്ടറെ ചോദിക്കാം. ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ. പിന്നെന്താണ്? താങ്ക് യു പറഞ്ഞു.
ഇസി നോട്ട് എഴുതി എടുക്കണോ നമ്മൾ PDF ഇടുമ്പം? നോട്ട് എഴുതിയെടുക്കാൻ പറയുന്നത് മാത്രമേ ഇപ്പൊ ഈ നോട്ടില്ലേ, സോ ഈ നോട്ടൊന്നും എഴുതണ്ട. ഞാൻ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പറയുമ്പോൾ മാത്രം എഴുതിയെടുക്കാൻ മതി. ഞാൻ പറഞ്ഞു എഴുതിയെടുക്കാൻ ഞാൻ പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? ഇന്നത്തെ ക്ലാസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഉണ്ടോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഹാവും ഹാസൊക്കെ യൂസ് ചെയ്യേണ്ട എവിടെയാന്നൊക്കെ മനസ്സിലായോ? അത് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇല്ല. ഓക്കെ, സോറി വേറെ ഒന്നും പറയാനില്ലല്ലോ? ഉണ്ടോ? താങ്ക് യു മാം. താങ്ക് യു പറഞ്ഞ് വിടയാണ് എന്നെ അല്ലേ? ഉണ്ടല്ലോ. സോ വേറെന്താണ്? ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് ഇത്ര പെട്ടെന്ന് പഠിപ്പിച്ചു. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്, അറിയുന്നത് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, പെട്ടെന്ന് കഴിയുന്നേ വിചാരിച്ചു. ഓക്കെ, സോ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്താലോ? Yes, ma'am. Yeah. Okay, thank you all. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.